नमस्कार। आज हम पढ़ने जा रहे हैं पंजाबी और हिंदी की विख्यात लेखिका श्रीमती अमृता प्रीतम जी की मशहूर कहानी मुर्गी और बुला की। देखिए, हमारे समाज की बहुत सारी स्त्रियां जिंदगी के विभिन्न मोड़ों पर निरालंब जीवन जीने के लिए विवश बन जाती है। നമ്മുടെ സമൂഹത്തിലെ ഒത്തിരി സ്ത്രീകൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ പല വഴിത്തിരിവുകളിലും നിരാലംബരായി മാറുന്നു. അങ്ങനെ നിരാലംബയായി മാറിയ ഒരു വേലക്കാരിയായി ജീവിതം മുഴുവൻ ജീവിക്കേണ്ടി വന്ന ഒരു നിസ്സഹായയായ സ്ത്രീയുടെ കഥയാണ് മുർക്കി और बुलाकी। देखिए, पहले हम लेखिका से परिचित होंगे। पेज नंबर 74। पंजाबी और हिंदी की विख्यात लेखिका अमृता प्रीतम ने उपन्यास, कहानी, कविता, संस्मरण एवं आत्मकथा के क्षेत्र में अपनी पहचान बनाई। अमृता प्रीतम जी सिर्फ कहानी ആയിരുന്നില്ല എഴുതിയിരുന്നത്, പിന്നെ എന്തൊക്കെ എഴുതിയിരുന്നു? ഉപന്യാസ്, കവിത, സംസ്മരൺ, ആത്മകഥ, ഇതെല്ലാം എഴുതിയിരുന്ന വളരെ വിഖ്യാതയായ ലേഖികയാണ് अमृता प्रीतम जी। पंजाब के गुजरांवाला में 1919 को उनका जन्म हुआ। देशी और विदेशी भाषाओं में उनकी रचनाओं का अनुवाद हुआ था। 1982 के ज्ञानपीठ पुरस्कार से वे सम्मानित हुई। किस वर्ष के ज्ञानपीठ पुरस्कार से वे सम्मानित हुई? 1982 के। कहानियों के आंगन में कहानियाँ जो कहानियाँ नहीं है आदि उनके चर्चित कहानी संग्रह है। उनके बहुचर्चित कहानी संग्रह हैं। कौन कौन? कहानियाँ जो कहानियाँ नहीं है, कहानियों के आंगन में। 2005 को उनकी मृत्यु हुई। अब हम देखें कहानी मुर्गी और बुलाकी। माँ, मुर्गी का ब्याह कब हुआ था? मैंने तो कभी उसके पति को देखा नहीं। लेटा हुआ कुमार चौंकर बैठ गया और कहने लगा, मैं तो जब से पैदा हुआ हूँ मुर्गी को यही देखा है, अपने घर इसी पिछली कोठरी में। उस अभागी का भी ब्याह हुआ था तो छोटा सा था, 4 वर्ष का, और वो ससुराल गई थी। ससुराल कहाँ था? न कोई जन्मने वाला और न कोई सहेजने वाला। माँ, मुझे सारी बात सुना। यह मुर्गी और बुलाकी कहानी राजवंती माँ और उसके बेटे के बातचीत से शुरू होता है। मुर्गी की मृत्यु हो जाने पर राजवंती माँ बहुत दुखी हो जाती है और वो अपने बेटे से मुर्गी के बारे में सब कहती है। माँ, मुर्गी का ब्याह कब हुआ था? അമ്മേ, മുർക്കിയുടെ കല്യാണം എന്നാണ് നടന്നത്? ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലോ മുർക്കിയുടെ ഭർത്താവിനെ. मैंने तो कभी उसके पति को देखा नहीं। लेटा हुआ कुमार चौंकर बैठ गया और कहने लगा। രാജവന്തി മാം മുർക്കിയുടെ വിവാഹം കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ വല്ലാത്തൊരു അത്ഭുതവുമാണ്, ഒരു ഞെട്ടലാണ് ആർക്കുണ്ടായത്? നമ്മളുടെ മകന് ഉണ്ടായത്. അപ്പോഴേ പെട്ടെന്ന് തന്നെ കുമാർ എഴുന്നേറ്റ് ചോദിക്കുന്നു, मैं तो जब से पैदा हुआ हूँ मुर्गी को यही देखा है, अपने घर इसी पिछली कोठरी में। ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് മുർക്കിയെ ഇവിടെ നമ്മുടെ വീട്ടിലെ പുറകിലത്തെ മുറിയിൽ താമസിക്കുന്നതാണല്ലോ കണ്ടിട്ടുള്ളത്. ഞാനല്ലാതെ മുർക്കിയെ കല്യാണം കഴിച്ച് എങ്ങും വിട്ടേക്കുന്നത് ഭർത്താവിനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഉസ് അഭാഗി കാഫി വ്യാഹ് ഹുവാ ഥാ. ആ ദുർഭാഗ്യവതിയുടെയും വിവാഹം ഒരിക്കൽ നടന്നതാണ്. തൂ ഛോട്ടാ സാ ഥാ, 4 വർഷക്ക. നീ എന്നാൽ തീരെ ചെറുതാണ്, 4 വയസ്സുള്ള കുട്ടിയാണ്. ഓർ വോ സസുരാൽ ഗയി ഥി. കുമാറിന് വല്ലാത്ത ആകാംക്ഷ.
സസുരാൾ ഭർത്താവിൻ്റെ വീട്ടിൽ പോയിരുന്നുവോ? സസുരാൾ കഹാൻ ഥാ, ഭർത്താവിൻ്റെ വീടെന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. ന കോയി ജന്മിനെ വാല ഓർ ന കോയി സഹേജിനെ വാല, അവളെ സ്നേഹിക്കാനോ സംരക്ഷിക്കാനോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. മുझे സാരി ബാത് സുന, അവന് വല്ലാതെ ആകാംക്ഷ തോന്നുകയാണ്. എന്നിട്ട് പറയുന്നു, അമ്മേ മുഴുവൻ കാര്യങ്ങളും എന്നെ പറഞ്ഞു കേൾപ്പിക്കും. इसका बाप हमारे घर का बहुत पुराना नौकर था। तो जब पैदा हुआ उसने मेरे आगे विनती की कि गांव में उसकी स्त्री मर गई है और उसकी लड़की वहीं चाचा के पास अकेली रहती है। अगर मैं मान जाऊं तो वो अपनी लड़की को यहाँ ले आए। वो तुझे खिलाया करेगी और रोटी खा लिया करेगी. മൂർക്കിയുടെ അച്ഛൻ നമ്മുടെ വീട്ടിലെ വളരെ പണ്ട് തൊട്ടേ ഉള്ള ജോലിക്കാരനാണ്. രാജവന്തി മാം കുമാറിനോട് കഥ തുടരുകയാണ്. നീ ജനിച്ച സമയത്ത് ജബ് തു പൈദാ ഹുവ ഉസ്നെ മേരെ ആകെ വിനതി കി, ആ ജോലിക്കാരൻ എന്നോട് അപേക്ഷിച്ചു. എന്താണ് അപേക്ഷിച്ചത്? അയാളുടെ ഭാര്യ മരിച്ചുപോയി, അയാളുടെ കുട്ടി മകള് ചാച്ചായുടെ അടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ഞാൻ സമ്മതിക്കുകയാണെങ്കിൽ, അഗർ മേ മാൻ ജാവും തോ, ഞാൻ സമ്മതിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താം. വോ തുച്ഛേ ഖിലായ കരേകി, കൊച്ചു കുഞ്ഞിനെ മോനെ നോക്കുകയും ചെയ്യും, അവൾക്ക് ആഹാരം കിട്ടുകയും ചെയ്യുമല്ലോ. वो तुझे खिलाया करेगी और रोटी खा लिया करेगी. അങ്ങനെ ആ ജോലിക്കാരൻ രാജവന്തി മാമിനോട് അപേക്ഷിക്കുകയാണ്. പിന്നെ എന്തുണ്ടായി? मैंने शुक्र किया, मुझे हाथ का सहारा मिल जाएगा. वो लड़की को गांव से ले आया. मुश्किल से 12 वर्ष की होगी तब. बड़ी मासूम से मात्र ही मुझे बड़ी भली लगी. जब आई इसने काली सलवार पहन रखी थी, शरीर पर हरे रंग का कुर्ता था, बदन से दुर्बल सी पर रंग बहुत सफ़ेद, नयन नक्श भी सुंदर, कानों में चांदी की मुर्गियाँ पहनी थी और नाकों में सोने का छोटा सा बुलाक. ഞാൻ ഈശ്വരനോട് നന്ദി പറഞ്ഞു. മേനെ ശുക്രക്കിയ കി മുझे ഹാത്ത് കാ സഹാര മിൽ ജായേഗ, എനിക്ക് സഹായത്തിനൊരാളായല്ലോ. വോ ലഡ്കി കോ ഗാവ് സെ ലേ ആയ, ആ പെൺകുട്ടിയെ ഗ്രാമത്തിൽ പോയി ജോലിക്കാരൻ വിളിച്ചുകൊണ്ട് വന്നു. മുഷ്കിൽ സെ 12 വർഷക്കി ഹോഗി തബ്, കഷ്ടിച്ചൊരു 12 വയസ്സ്. ബഡി മാസം സെ, നമ്മൾ പറയില്ലേ പാവം കൊച്ചെന്ന്, മാസം സെ നിരപരാധ, ബേഗുനാഹ് എന്നൊക്കെ നമ്മൾ മീനിങ് പറയും. പാവം എന്ന് നമ്മൾ പറയുന്ന ആ മലയാളത്തിൻ്റെ മീനിങ്. ബഡി മാസം സെ മാതൃഹീൻ, ഒരു പാവം അമ്മയില്ലാത്ത പെൺകുട്ടി. മുझे ബഡി ഫലി ലഗി, ഫലാ ലഗ്ന അച്ഛാ ലഗ്ന, മുझे ബഡി ഫലി ലഗി. जब आई इसने काली सलवार पहन रखी थी, शरीर पर हरे रंग का कुर्ता था. जब आई थी तब उनका वेश कैसा था? वो तो काली सलवार, കറുത്ത പാൻറ്, शरीर पर हरे रंग का कुर्ता, പച്ച കുർത്ത. ബദൻ സെ ദുർബൽ ഥി, ബദൻ ശരീർ, വളരെ ദുർബലമായ ശരീരം. പർ രംഗ് ബഹുത്ത് സഫേദ, ഒത്തിരി ഭയങ്കര വെള്ള എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഭയങ്കര വെള്ള. നയന നക്ഷഭി സുന്ദർ, മുഖമൊക്കെ നല്ല ക്യൂട്ടാണ് കാണാൻ, നല്ല സുന്ദരി കുട്ടി. കാനോമയും ചാന്തിക്ക് മുർക്കിയാം പഹനീതി, അതിൽ വെള്ളിയുടെ ഒരു വളയം. ഓർ നാക്കുമേ സോനേക്ക ഛോട്ടാ സാ ബുലാക്ക്, മൂക്കിലെ ഒരു ചെറിയ സ്വർണത്തിൻ്റെ മൂക്കുത്തി. ഫിർ കുമാറിനെ ഉത്സുകദാസെ പൂച്ച, കുമാറിന് ഭയങ്കര ഒരു ഔത്സുക്യമാണ്, ബാക്കി കഥ അറിയാനുള്ള ആകാംക്ഷയാണ് കുമാറിൻ്റെ മനസ്സിൽ. तुझे तो वो अपने हाथों से नहीं खिलाती थी, अपनी जान से खिलाती थी. കൈകൊണ്ടല്ല തന്നത്, ഹൃദയം കൊണ്ടാണ് തന്നത്. എന്ന് വെച്ചാൽ അത്രയേറെ സ്നേഹമായിരുന്നു ആരോട്? കുമാറിനോട്, ബുലാക്കിക്ക്.
तुझे तो वो अपने हाथों से नहीं खिलाती थी, अपनी जान से खिलाती थी. तू उसका पीछा नहीं छोड़ता था. അമ്മമാരുടെ പുറകെ പിള്ളേരിങ്ങനെ എന്താണ് സാരിത്തുമ്പത്ത് പിടിച്ചിങ്ങനെ നടക്കും അല്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ബുലാക്കിയെ ആര് വിട്ടു പോകത്തില്ലായിരുന്നു. കുമാര എപ്പോഴും ബുലാക്കിയുടെ കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. वो उसका पीछा कभी नहीं छोड़ता था. कभी तो उसकी मुर्गियों को मुट्ठी पर लेता था. ചിലപ്പോൾ പിന്നെ കാതി കിടക്കുന്ന വളയം കൈകൊണ്ടിങ്ങനെ പിടിച്ച് വലിച്ച് അമർത്തും. ഓർ കഫി ഉച്ചൽ ഉച്ചൽക്കർ ഉസ്കെ ബുലാക്കോ പകർത്താ था. അല്ലേ, കൊച്ചു പിള്ളേർ സാധാരണ ചെയ്യുന്നതല്ലേ, ചാടി ചാടി ചെന്നിട്ട് മൂക്കി കിടക്കുന്ന പിന്നെ മൂക്കുത്തി, അതും വളയമാണ്, ചെറിയ വളയമാണ് അല്ലേ, അതിലെ ആ കുഞ്ഞു കൈകളിട്ട് വലിക്കും. और कभी उछल उछल कर उसके बुलाकों को पकड़ता था. मैं प्यार से कभी उसको മുർക്കി ബുലാത്തി थी और कभी ബുലാക്കി. ചിലപ്പോൾ അവളെ ഞാൻ സ്നേഹത്തോടെ മുർക്കി എന്ന് വിളിക്കും, ചിലപ്പോൾ ബുലാക്കി എന്ന് വിളിക്കും. മാ യഹ് മുർക്കി ഓർ ബുലാക്കി നാം തൂനെ രഖേ ഥേ. അമ്മ ഇട്ട പേരാണ് അന്നേരം അതല്ലേ, മുർക്കി ബുലാക്കി എന്നുള്ള പേര് അമ്മയാണ് ആ മുർക്കിക്കിട്ടത് അല്ലേ. हाँ, मैंने ही इसके नाम रखे थे, पर न जाने कौन से वक्त रखे थे. क्यों? वो जब बड़ी हुई 16 वर्षों की, 17 वर्षों की, उसको खूब रूप चढ़ गया. मैं दांतों तले जीभ देकर कहती थी, ये मुर्गी किसके कानों में पड़ेगी और किसकी नाकों में बुलाक की तरह चमकेगी. कुमार मुस्कुराया. बड़े सुंदर पहाड़ी गीत गाती थी. उठते पंछी भी खड़े हो जाते थे. फिर ഓക്കെ, ഹാ മേനെ ഹി ഇസ്കെ നാം രഖേ ഥേ. അതെ, ഞാൻ തന്നെയാണ് അവൾക്ക് മുർക്കി ബുലാക്കി എന്ന് പേരിട്ടത്. പക്ഷേ എപ്പോഴാണ് ഇട്ടത് എന്നെനിക്ക് ഓർമ്മയില്ല. പർ ന ജാനെ കോൺ സെ വക്ത് രഖേ ഥേ. എപ്പോഴാണ് അങ്ങനെ പേരിട്ടതെന്ന് ഓർമ്മയില്ല. ക്യോ, അതെന്താ അമ്മേ അങ്ങനെ? वो जब बड़ी हुई 16 वर्षों की 17 वर्षों की, ഏതാണ്ട് ഒരു 16-17 വയസ്സ്, അവൾ ആ വളർന്ന 16-17 വയസ്സിലെത്തിയപ്പോൾ ഉസ്കോ ഖൂബ് രൂപ് ചക്കയ, ഭയങ്കര സുന്ദരിയായി എന്ന് നമ്മൾ പറയുന്ന അത്രയ്ക്കങ്ങ് രൂപവതിയായി. ഖൂബ് രൂപ് ചക്കയ. मैं दांतों तले जीभ देकर कहती थी. दांतों तले जीभ देना मुहावरा है, अर्थ है ചകിത ഹോന. അത്ഭുതപ്പെട്ടിട്ട് ഞാൻ പറയുമായിരുന്നു. അവളുടെ ആ സൗന്ദര്യം കണ്ടിട്ട് എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നുമായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ അവളോട് പറയുമായിരുന്നു, ഈ മുർക്കി കിസ്കെ കാനോമേ പടേക്ക്. നീ ആരുടെ കാതിലാണ് പെടാൻ പോകുന്നത്, നീ ആരുടെ കാതിലാണ് തിളങ്ങാൻ പോകുന്നത് എന്ന് വെച്ചാൽ നീ ആരുടെ സ്വന്തമാകാൻ പോകുന്നു. അവർ കിസ്കി നാക്കുമേം ബുലാക്കി തരഹ് ചമക്കേകി. ആരുടെ മൂക്കിലാണ് നീ മൂക്കുത്തി പോലെ തിളങ്ങാൻ പോകുന്നത് എന്ന് വെച്ചാൽ നിന്നെ ആരാണ്, ഇത്രയും സൗന്ദര്യവതിയായ നിന്നെ ആരാണ് സ്വന്തമാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഞാൻ അവളെ കളിയാക്കുമായിരുന്നു. കുമാർ മുസ്കുരായ. കുമാറിന് അത് കേട്ടപ്പോൾ ചിരി വന്നു. മുസ്കുരായ, അവനൊന്ന് പുഞ്ചിരിച്ചു. ബഡേ സുന്ദർ പഹാടി ഗീത് ഗാത്തി ഥി എന്ന് മാത്രമല്ല, അവൾ വളരെ സുന്ദരമായിട്ട് പാടുമായിരുന്നു. പഹാടി ഗീത് പാടുമായിരുന്നു. ആ പാട്ട് കേട്ടിട്ട് പറന്നു പോകുന്ന പക്ഷികൾ പോലും നിന്നു പോകുമായിരുന്നു. ആ പറക്കൽ നിർത്തിയിട്ട് അവർ എന്ത് കേൾക്കുമായിരുന്നു? അവളുടെ ആ പാട്ട് കേൾക്കുമായിരുന്നു. ഉട്ടേ പഞ്ചി ഭി, പഞ്ചി പക്ഷി, ഉടിനെ പറക്കാം. ഉട്ടേ പഞ്ചി ഭി ഖടേ ഹോ ജാത്തെ ഹേ. അതൊരു എന്താണ്, അതൊരു ചമത്കാരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പറന്നു പോകുന്ന പക്ഷികൾ പോലും നിന്നു പോകുന്ന അത്ര സുന്ദരമായിട്ട് അവൾ പാടുമായിരുന്നു. ഫിർ, എന്നിട്ട് പിന്നെന്തുണ്ടായി? ഇസ്കെ ബാപ് നെ അപ്പനെ ഗാവോ മേ കഹീ ഇസ്കാ റിശ്താ കർ ദിയ. इन लोगों में लड़कियों के लिए रुपये लेते हैं. लड़का अच्छा था. अच्छा किस लिए होना था? दूजा था. दूजा क्या होता है माँ? जिसकी पहली पत्नी मर गई हो, फिर तो उसकी बहुत उम्र होगी. बहुत भी थी और उसमें और भी अवगुण थे. न जाने आँखों में कोई नुक्स था, मुझे पूरी तरह पता नहीं, पर था पैसे वाला.
तभी तो उसने ज़्यादा पैसे दिए थे फिर എന്നിട്ട് എന്താ ഉണ്ടായത് इसके बाप ने अपने गाँव में कहीं इसका रिश्ता कर दिया. അപ്പോൾ അത്രയും നമ്മൾ പറഞ്ഞു ഭയങ്കര സൗന്ദര്യമായിരുന്നു നമ്മളുടെ മുർഖിക്കെന്ന്. ആ സൗന്ദര്യം കണ്ടിട്ട് രാജവന്തി മാ പോലും അത്ഭുതപ്പെടുമായിരുന്നു. അത്ഭുതപ്പെട്ടിട്ട് കളിയാക്കി ചോദിക്കുമായിരുന്നു, നീ ആരുടെ സ്വന്തമാകാൻ പോവുകയാണ്? ഈ സൗന്ദര്യം ആർക്കാണ് സ്വന്തമാകുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. എന്നിട്ട് എന്തുണ്ടായി? ഒരു ദിവസം അവളുടെ അച്ഛൻ അവരുടെ ഗ്രാമത്തിൽ ഈ പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിക്കുകയാണ്. റിശ്ത കർദിയ, റിശ്ത കർന വിവാഹം ഉറപ്പിക്കുക. ഈ ലോകോമേ ലഡ്കിയോങ്കെ റുപ്പയിലെത്തെ, അവരുടെ ഗ്രാമത്തിലെ പതിവനുസരിച്ച് പെൺകുട്ടിയെ പൈസ കൊടുത്ത് വാങ്ങുക എന്നൊരു രീതിയാണ്. പെൺകുട്ടിക്ക് അങ്ങോട്ട് ധനം കൊടുത്താണ് വിവാഹം നടക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ പോലെ ദഹേജ് പ്രഥയല്ല, തിരിച്ച് പെൺകുട്ടിക്ക് അങ്ങോട്ട് ധനം കൊടുത്ത് വിവാഹം നടക്കുന്ന നാടാണ് അവരുടെ ഗ്രാമം. ലഡ്ക അച്ഛാഥ, നല്ല നല്ല ചെറുക്കൻ എങ്ങനെ ഉണ്ടായിരുന്നു? സുന്ദരനായിരുന്നോ? കുമാറിൻ്റെ ആകാംക്ഷയാണ് കുമാർ ചോദിക്കാൻ. എന്നിട്ട് ചെറുക്കൻ സുന്ദരനായിരുന്നോ? അച്ഛാ കിസലിയ പോനാഥ, പാവപ്പെട്ട പെൺകുട്ടി അല്ലേ? അപ്പോഴേ തീർച്ചയായിട്ടും അവൾക്ക് അതുപോലൊരു നല്ല ചെറുക്കൻ, വലിയ നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു ചെറുക്കൻ വരിക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. അവളുടെ ആ സൗന്ദര്യം കണ്ടിട്ട് അവളെ വിലയ്ക്ക് വാങ്ങാനായിട്ട് പൈസക്കാരനായ ഒരു വൃദ്ധനാണ് തയ്യാറാകുന്നത്. ഓക്കെ, അച്ഛാ കിസ്ലിയ ഹോനാഥ ദൂജാഥ, നല്ലതൊന്നും ആയിരുന്നില്ല, അതൊരു രണ്ടാം കെട്ടുകാരനായിരുന്നു. ദൂജ ക്യാ ഹോത്താ ഹേമ, എന്തു അമ്മ ഈ ദൂജ എന്ന് പറഞ്ഞാൽ? ജിസ്കി പഹലി പത്നി മർ ഗയി ഹോ, അയാളുടെ ആദ്യ ഭാര്യ മരിച്ചുപോയ വ്യക്തിയാണ് എന്ത് വിളിക്കുന്നത്? ദൂജ എന്ന് വിളിക്കുന്നത്. ഫിർത്തോ ഉസ്കി ബഹുത് ഉമ്ര ഹോഗി, അപ്പോൾ ആദ്യത്തെ ഭാര്യ മരിച്ചു പോയതാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒത്തിരി പ്രായമൊക്കെ കാണുമല്ലോ. ബഹുത് ഭി ഥി ഓർ ഉസ്മേ ഓർ ഭി അവഗുണ ഥേ, ഒത്തിരി പ്രായം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല വേറെയും കുഴപ്പങ്ങൾ അയാൾക്കുണ്ടായിരുന്നു. നെ ജാനെ ആഖോമേ കോയി നുക്സ്, അയാളുടെ കണ്ണിന് എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു. നുക്സ് എന്താ? ഖരാബി. മുझे പൂരി തരഹ് പതാനഹി, എനിക്ക് കറക്റ്റായിട്ട് വിവരങ്ങളൊന്നും അറിയില്ല. പർ ഥാ പൈസവാല, പക്ഷേ അവളുടെ അച്ഛൻ എന്തുമാത്രമേ നോക്കിയുള്ളൂ, ഭയങ്കര പൈസക്കാരനാണ്, അവർക്ക് അത്രയും പൈസ കൊടുത്ത് വിവാഹം നടത്തും. തഫീ തോ ഉസ്നെ സ്യാദാ പൈസ ദിയേ ഥേ, അത് അയാൾ കൂടുതൽ പൈസ കൊടുത്ത് വിലയ്ക്ക് വാങ്ങുകയാണ്. അവിടെ ആ പെൺകുട്ടിയുടെ സൗന്ദര്യത്തിനോ അവളുടെ ആഗ്രഹങ്ങൾക്കോ ഒന്നും തന്നെ ഒരു പ്രസക്തിയും ഉണ്ടാകുന്നില്ല. പണം കൊടുത്ത് എന്തും നേടാം എന്നുള്ള, അല്ലെങ്കിൽ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത്രയും വായിച്ചോ? നോക്കിയേ, कुमार ने माँ से क्या पूछा? कुमार ने माँ से पूछा मुर्गी का ब्याह कब हुआ था? सेकंड क्वेश्चन, कुमार ने मुर्गी को कहाँ देखा था? कुमार कहता है जब से वो पैदा हुआ है तब से वो मुर्गी को अपने घर की पिछली कोठरी में देखा है. मुर्गी का बाप कौन था? पेज नंबर 69, फर्स्ट लाइन. मुर्गी का बाप राजवंती के घर का बहुत पुराना नौकर था. मुर्गी के बाप ने राजवंती से क्या विनती की? नेक्स्ट लाइन. मुर्गी के बाप ने राजवंती के आगे विनती की कि गाँव में उसकी स्त्री मर गई है और उसकी लड़की वहीं चाचा के पास अकेली रहती है. अगर राजवंती माँ मान जाए तो वो अपनी लड़की को यहाँ राजवंती माँ के पास ले आए. राजवंती के हम आते वक्त मुर्गी देखने में कैसी थी? वो लड़की बहुत मासूम थी, बड़ी भोली भाली थी.
और जब वो आई थी तब काली सलवार पहन रही थी, शरीर पर हरे रंग का कुर्ता था, बदन से दुर्बल सी पर रंग बहुत सफ़ेद, नयन नक्शफी सुंदर, कानों में चांद की मुर्कियाँ पहनी थी और नाकों में सोने का छोटा सा बुलाक। राजबंदी लड़की को क्या कहकर पुकारती थी? कभी कभी मुर्गी, कभी कभी बुलाकी। उठते पंछी भी कब खड़े हो जाते थे? पेज नंबर 70 मिडिल नोकिए। बुलाकी बड़े सुंदर पहाड़ी गीत गाती थी, उठते पंछी भी उनकी गीत सुनकर खड़े हो जाते थे। बाप ने किसके साथ मुर्गी का रिश्ता कर दिया? वो कैसा लड़का था? मुर्गी के बाप ने उनके गांव में एक दूजे के साथ मुर्गी का रिश्ता कर दिया। उस दूजे की बहुत उम्र थी। इतना ही नहीं, उनमें और भी अवगुण थे। उनके आंखों में कोई नुक्स था, फिर भी वो बड़ा पैसा वाला था। इसलिए पैसे की लालच में मुर्गी के पिता उनके साथ अपनी बेटी की शादी पक्की कर दी। പേജ് നമ്പർ 68 ആ ഇടത് ഭാഗത്ത് കിടക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയേ നിങ്ങൾ. न कोई जन्मने वाला और न कोई सहेजने वाला, मुर्गी के बारे में माँ ऐसा क्यों कहती है? എന്തെഴുതും നമ്മൾ ആൻസർ? മുർക്കിക്ക് അമ്മയുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, മുർക്കി ഒരു വേലക്കാരിയായിട്ട് വേറൊരു വീട്ടിൽ അച്ഛനം കൊണ്ടുവിടുക ചെയ്തത് അല്ലേ? അതുകൊണ്ടായിരിക്കാം രാജവന്തിയമ്മ അങ്ങനെ പറയുന്നത്. അപ്പോൾ എങ്ങനെ എഴുതും നമ്മൾ? മുർക്കിക്കോ माँ नहीं थी, पिता ने उसे नौकरानी के रूप में दूसरे घर में छोड़ दिया, उसके संरक्षण के लिए कोई अपना नहीं था। नेक्स्ट, राजवंती लड़की को मुर्गी और बुलाकी क्यों पुकारती थी? നിങ്ങൾക്കറിയാവുന്നതാണ് ആൻസർ അല്ലേ? लड़की के कानों में चांदी की मुर्गियाँ थी और नाक में सोने का छोटा सा बुलाक था, इसलिए वो प्रेम से उनको मुर्गी या बुलाकी बुलाती थी। नेक्स्ट, राजवंती कहती थी कि मुर्गी किसके कानों में पड़ेगी और किसकी नाक में बुलाक की तरह चमकेगी, इसका क्या तात्पर्य है? मुर्गी का बढ़ता सौंदर्य देखकर राजवंती सोचती थी, मुर्गी से शादी करने वाला जरूर बड़ा भाग्यवान होगा, इसलिए वो ऐसी कहती थी. മുർക്കിയുടെ ആ സൗന്ദര്യം കണ്ടിട്ട് രാജവന്തി എന്ത് വിചാരിക്കുമായിരുന്നു? ഇവൾ എന്തൊരു രൂപവതിയാണ്, എന്തൊരു സൗന്ദര്യമാണ്, ഇവളെ കല്യാണം കഴിക്കുന്നവർ തീർച്ചയായിട്ടും ഭയങ്കര ഭാഗ്യവാനായിരിക്കും എന്ന് വിചാരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലേ? നമ്മൾ ആ ഒരു എന്താണ് പേജ് നമ്പർ 70 സെക്കൻഡ് പാരഗ്രാഫ് നോക്കിയേ. जब वह 16 वर्षों की 17 वर्षों की थी, उसको खूब रूप चढ़ गया. राजवंती माँ दांतों तले जीभ देकर कहती थी, ये मुर्गी किसके कानों में पड़ेगी और किसकी नाकों में गुलाब की तरह चमकेगी. അത്രയും പാഠഭാഗം ക്ലിയർ ആയിട്ടുണ്ടാകുമല്ലോ. ഒരു വട്ടം കൂടി നന്നായിട്ട് വായിക്കുക. ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ അത്രയും എഴുതിയെടുത്ത് പഠിച്ചിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം ഗൂഗിൾ മീറ്റ് വഴി ക്ലാസ് അറേഞ്ച് ചെയ്ത് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് വിചാരിക്കുന്നു. ശരി, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.